ശ്രീ രാജരാജേശ്വര ക്ഷേത്രം. ഉത്തര കേരളത്തിലെ കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പിൽ സ്ഥിതി ചെയ്യുന്ന അതിപ്രസിദ്ധമായ മഹാശിവക്ഷേത്രമാണ് രാജരാജേശ്വര ക്ഷേത്രം. 3 ശിവലിംഗങ്ങളുടെ പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട ഐതിഹ്യവും സ്ത്രീകളുടെ രാത്രികാല പ്രവേശനവും കൊടിമരമില്ലാത്ത പ്രത്യേകതയും ഈ ക്ഷേത്രത്തെ വ്യത്യസ്തമാക്കുന്നു. പെരുംചെല്ലൂർ, പെരുന്തൃക്കോവിൽ, തളിപ്പറമ്പ് ക്ഷേത്രം എന്നീ പേരുകളിൽ ചരിത്രത്താളുകളിൽ ഇടം നേടിയിട്ടുള്ള മഹാക്ഷേത്രമാണ് രാജരാജേശ്വര ക്ഷേത്രം. കേരളത്തിലെ കലകൾക്ക് മുഴുവനും അംഗീകാരം കൊടുത്തിട്ടുള്ള ക്ഷേത്രമാണ് രാജരാജേശ്വര ക്ഷേത്രം. കേരളത്തിലെ പുകൾപെട്ട മഹാക്ഷേത്രങ്ങളുടെ പട്ടികയിൽ പ്രഥമ സ്ഥാനത്തിന് ഉതകും വണ്ണമാണ് ഇവിടുത്തെ ക്ഷേത്ര നിർമ്മിതി. ക്ഷേത്ര മതിലകത്തിൻ്റെയും ദീർഘചതുരാകൃതിയിലുള്ള ശ്രീകോവിലിൻ്റെയും നിർമ്മാണ ചാരുത വളരെ പ്രത്യേകതയേറിയതാണ്. 2 തട്ടുകളിലായി നിർമ്മിച്ചിരിക്കുന്ന ശ്രീകോവിലും അതിനു മുൻപിലുള്ള വളരെ വലുപ്പമേറിയ നമസ്കാര മണ്ഡപവും വളരെ മനോഹരമാണ്. രാമായണം, മഹാഭാരതം തുടങ്ങിയ കൃതികളിൽ നിന്നുള്ള മനോഹരമായ കൊത്തുപണികൾ ഈ മണ്ഡപത്തിലുണ്ട്. ഞാൻ വിനോദ് കുമാർ, തളിപ്പറമ്പ് TTK ദേവസ്വത്തിൻ്റെ പ്രസിഡൻ്റാണ്. 3 പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങൾ ഉൾപ്പെടുന്നതാണ് TTK ദേവസ്വം. തളിപ്പറമ്പ് ശ്രീ രാജരാജേശ്വര ക്ഷേത്രം, തൃച്ചംബരം ശ്രീകൃഷ്ണ ക്ഷേത്രം, കാഞ്ഞിരങ്ങാട് വൈദ്യനാഥ ക്ഷേത്രം, അതുപോലെ മറ്റ് 13 ഉപക്ഷേത്രങ്ങളും ഈ TTK ദേവസ്വത്തിൻ്റെ കീഴിലുണ്ട്. തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രം ശിവപ്രതിഷ്ഠയാണെങ്കിലും ത്രിമൂർത്തി അതീതമായ ഒരു സങ്കല്പത്തിലാണ് ഇവിടെ പ്രതിഷ്ഠ നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ രാജരാജേശ്വരൻ എന്നൊരു സങ്കല്പമാണ് കണക്കാക്കിയിട്ടുള്ളത്. മാന്ധാതാവിന് കിട്ടിയ ശിവലിംഗം ആണ് ഇവിടെ പ്രതിഷ്ഠിച്ചത് എന്നാണ് സങ്കല്പം. ഈ ശിവപ്രതിഷ്ഠ നടക്കുന്ന സമയത്ത് അശ്വമേധ നമസ്കാരം നടത്തുകയും അശ്വമേധ നമസ്കാരം 12 ഉരു പൂർത്തിയായപ്പോഴാണ് ശിവലിംഗം ഭൂമിയിൽ ഉറച്ചു നിന്നത് എന്നും വിശ്വസിക്കുന്നു. അപ്പം അതുകൊണ്ട് തന്നെ ഈ ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട ഒരു വഴിപാടായി അശ്വമേധ നമസ്കാരം നടത്തുന്നുണ്ട്. രാജരാജേശ്വര ക്ഷേത്രത്തിൽ ഒരുപാട് പ്രത്യേകതകളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത ശിവ സങ്കല്പമാണെങ്കിലും കൂവളപ്പൂ ഉപയോഗിക്കില്ല എന്നുള്ളതാണ്. പൂർണ്ണമായിട്ടും തുളസി മാത്രമാണ് ക്ഷേത്രത്തിൽ ഉപയോഗിക്കുന്നത്. മറ്റു ചില പ്രത്യേകതകൾ, കൊടിമരം ഇല്ല എന്ന് പറയാം, മലർ നിവേദ്യം ഇല്ല, മറ്റു ക്ഷേത്രങ്ങൾ കാണുന്ന പോലെ ശംഖുവിളിയില്ല, ശംഖുവിളി ഉയർന്നില്ല. ഓം നമഃശിവായ. ഇത് തളിപ്പറമ്പ് ശിവക്ഷേത്രം, രാജരാജേശ്വര ക്ഷേത്രമാണ് ഇത്. ഇവിടെ ഒരുപാട് ഇതര സംസ്ഥാനത്ത് നിന്ന് ഭക്തന്മാർ വരുന്നുണ്ട്. ഏകദേശം 1500 വർഷത്തെ പഴക്കമുണ്ട് ഈ ക്ഷേത്രത്തിന്. ഇവിടെ പ്രധാനപ്പെട്ട ഉത്സവം ശിവരാത്രിക്കും കർക്കിടക മാസം 1-ാം തീയതിയാണ്. എല്ലാ ദിവസവും ഇവിടെ അന്നദാനം നടക്കുന്നുണ്ട്. ഒരുപാട് ಆಳ್ಕಾರು ഭക്ഷണം കഴിക്കാൻ ഇവിടെ ഉണ്ട്. എല്ലാ ദിവസവും ഞാനിവിടെ തൊഴാൻ വരുന്നുണ്ട്. ಸರ್, ಇದು ರಾಜರಾಜೇಶ್ವರ ಟೆಂಪಲ್ ಅಂತ ನಮಗೆ ಗೊತ್ತಿರಲಿಲ್ಲ. ನಾವು ಕರ್ನಾಟಕದಿಂದ ಬಂದಿದ್ವಿ. ಕರ್ನಾಟಕದಲ್ಲಿ ಚಿತ್ರದುರ್ಗದಿಂದ ಬಂದಿದ್ವಿ. ಲೋಕೇಶ್ ಅಂತ ನಾವು ನಮ್ಮ ಫ್ಯಾಮಿಲಿಯೆಲ್ಲ ಬಂದಿದ್ವಿ. ತುಂಬ ಪುರಾತನ ದೇವಸ್ಥಾನ, ತುಂಬ ಪ್ರಸಿದ್ಧಿಯಾದಂಥ ದೇವಸ್ಥಾನ. ಇಲ್ಲಿ ಬಂದಾಗ ನಮ್ಮವೇನೋ ಕಷ್ಟಗಳು ಏನೇ ಇದ್ದರೂ ಸಮೇತ ಆ ದೇವರಲ್ಲಿ ಪ್ರಾರ್ಥನೆ ಮಾಡ್ತಾ ಆ ದೇವರು ಈಡೇರಿಸ್ತಾರಂತ ನಂಬಿಕೆ ಇದೆ. ಇಲ್ಲಿ ಬಂದಂಥ ಜನಗಳಿಗೆ ತುಂಬ ಒಳ್ಳೆಯದಾಗಿದೆ.
ಇಲ್ಲಿ ಬಂದಂಥ ಭಕ್ತಾದಿಗಳು ತುಂಬ ಒಳ್ಳೆಯದಾಗಿದೆ. ಇಲ್ಲಿ ನೋಡ್ಬೋದು ನೀವು, ಹಳೆ ಎಷ್ಟು ಸುಮಾರು ವರ್ಷಗಳ ಪುರಾತನ ದೇವಸ್ಥಾನ ಇದು, ರಾಜರಾಜೇಶ್ವರ ಟೆಂಪಲ್ ಅಂತ. ಇಲ್ಲಿ ಬೆಳಗ್ಗೆ ಸ್ಟಾರ್ಟ್ ಆಗಿದ್ದು 12 ಗಂಟೆಗೆ ಕ್ಲೋಸ್ ಆಗುತ್ತೆ. ಆಮೇಲೆ ಒಳ್ಳೆ ಊಟದ ವ್ಯವಸ್ಥೆ ಇದೆ. ಬಂದಂಥ ಭಕ್ತಾದಿಗಳು ಯಾವುದೇ ಕೊರತೆ ಇಲ್ಲ, ಯಾವುದೇ ಸಮಸ್ಯೆ ಇಲ್ಲ, ಎಲ್ಲರೂ ಬರ್ಬೋದು. ಪೂಜಶ್ರೀ ಅಂತ, ಮೀಟ್ ಮೈ ಹಸ್ಬೆಂಡ್ ಶಿವಕುಮಾರ್. ನಾವು ಆ್ಯಕ್ಚುಲಿ ಬ್ಯಾಂಗ್ಳೂರವರು. ಇನ್ಸ್ಟಾಗ್ರಾಮ್ ಪೇಜ್ ನೋಡಿ ಇಲ್ಲಿ ದೇವಸ್ಥಾನಕ್ಕೆ ಬಂದಿದ್ದು. ತುಂಬ ಚೆನ್ನಾಗಿದೆ. ಆ್ಯಕ್ಚುಲಿ ಈ ಟೈಮಲ್ಲಿ ಬಂದ್ರಂತೂ ಇನ್ನೂ ಚೆನ್ನಾಗಿರುತ್ತೆ ವೈಬ್ಸ್ ಎಲ್ಲ. ರೈನಿ ಸೀಸನಲ್ಲಿ ಚೆನ್ನಾಗಿರುತ್ತೆ. ಆ್ಯಕ್ಚುಲಿ ನಾವು ಬಂದಿದ್ದ ടൈമಲ್ಲಿ ಟೆಂಪಲ್ ക്ലോസ് ആಗಿದೆ, ബട്ട് ഈവനിങ് തനಕ വെയിറ്റ് ಮಾಡೋಣ ಅಂದ್ಕೊಂಡಿದ್ದೀವಿ. ತುಂಬ ಚೆನ್ನಾಗಿದೆ പ്ലേസ്. എൻ്റെ പേര് കൃഷ്ണൻ നമ്പൂരി. TTK ദേവസ്വത്തിൻ്റെ 42 ട്രസ്റ്റിമാരിൽ 5 പേരെ ട്രസ്റ്റി ബോർഡായിട്ട് ഞങ്ങൾ തിരഞ്ഞെടുത്തിട്ടുണ്ട്. 3 പാരമ്പര്യേതരക്കാരും 5 ട്രസ്റ്റിമാരുമായിട്ടുള്ള ട്രസ്റ്റി ബോർഡാണ് ഇവിടെ ഭരണം നടത്തുന്നത്. ഈ ക്ഷേത്രത്തിൽ എല്ലാ ദിവസവും അന്നദാനം നടക്കുന്നുണ്ട്. ഉച്ചയ്ക്ക് മാത്രമാണ് അന്നദാനം. വൈകുന്നേരം സ്ത്രീകൾക്ക് എല്ലാ ദിവസവും പ്രവേശനമുണ്ട്. ക്ഷേത്രത്തിൻ്റെ നവീകരണ പ്രവർത്തനങ്ങൾ ധാരാളമായിട്ട് ഇപ്പം നടക്കുന്നുണ്ട്. ക്ഷേത്രത്തിൽ അശ്വമേധ നമസ്കാരം കൂടാതെ മറ്റ് പല വഴിപാടുകളും നടക്കുന്നുണ്ട്. അതിലൊന്ന് ശ്രീരുദ്ര നമസ്കാരമുണ്ട്, യാമ നമസ്കാരമുണ്ട്. അതുപോലെ പ്രധാനപ്പെട്ടൊരു വഴിപാടാണ് പൊന്നുംകുടം. ഈ പൊന്നുംകുടം ഒരു പ്രത്യേക രീതിയിലാണ്, പ്രത്യേക ചടങ്ങിൻ്റെ ഭാഗമായിട്ടാണ് ക്ഷേത്രത്തിനകത്തേക്ക് എഴുന്നള്ളിച്ച് കൊണ്ടുപോകുന്നത്. ക്ഷേത്രത്തിനകത്തുള്ള കെടാവിളക്ക് ശിവപ്രതിഷ്ഠ തുടങ്ങി അന്ന് മുതലേ കത്തിച്ച് വെക്കുന്നു എന്ന് വിശ്വസിക്കുന്ന കെടാവിളക്കിലേക്കുള്ള നെയ് സമർപ്പണമാണ് ഈ പൊന്നുംകുടം വഴിപാടിൽ കൂടി നടത്തുന്നത്. അതോടുകൂടി വെള്ളിക്കുടം വഴിപാട്, മറ്റ് നെയ്യമൃതകൾ ഒക്കെ ക്ഷേത്രത്തിൽ ഉണ്ട്. എൻ്റെ പേര് പ്രിയ. ഞാൻ കണ്ണൂർ ജില്ലയിലെ കൈതപ്പുറം എന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത്. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ വരുന്ന ഒരു ക്ഷേത്രമാണ്. വളരെ പുരാതനമായ ഒരു ക്ഷേത്രം ഇത്. രാജരാജേശ്വര ക്ഷേത്രം. തളിപ്പറമ്പത്തപ്പൻ എന്നാണ് പറയുക ഇവിടെയുള്ള ദൈവത്തിന്. അപ്പോൾ നമുക്ക് ഇവിടെ കർണാടകത്തു നിന്നും മറ്റും ഉള്ള വിശ്വാസികൾ ഇവിടെ വരുന്നുണ്ട്. വളരെ ശക്തിയുള്ള ദൈവമാണ് ഇവിടെ ഉള്ളത്. ശ്രീ പാർവതിയും മാടായിക്കാവിലമ്മയുടെ ഒരു ചൈതന്യം കൂടി ഇവിടെയുണ്ട്. രാജരാജേശ്വര ക്ഷേത്രം ഇപ്പോഴും നല്ല ചൈതന്യമുള്ള ഒരു ദൈവമാണ്, ക്ഷേത്രമാണ്. ഇവിടെ എത്തുമ്പോൾ മനസ്സിന് സമാധാനവും ശാന്തിയും ലഭിക്കുന്നതാണ്. TTK ദേവസ്വത്തിൻ്റെ എക്സിക്യൂട്ടീവ് ഓഫീസറാണ്. എൻ്റെ പേര് വിനയൻ. TTK ദേവസ്വത്തിൻ്റെ കീഴിലുള്ള രാജരാജേശ്വര ക്ഷേത്രത്തിന് ഏതാണ്ട് 3000 വർഷത്തെ പഴക്കമാണ് കണക്കാക്കപ്പെട്ടിട്ടുള്ളത്.
അതുകൊണ്ട് തന്നെ അതിൻ്റെ മുൻഭാഗത്തൊക്കെയുള്ള ഗോപുരം ഏതാണ്ട് ഇപ്പോൾ ഒരു ദ്രവിച്ച ഒരു കണ്ടീഷനിലാണ് ഇപ്പോൾ ഉള്ളത്. അതിപ്പോൾ അടുത്ത കാലത്ത് തന്നെ അനന്ത് അംബാനി ക്ഷേത്രം സന്ദർശിക്കുകയും ഗോപുരത്തിൻ്റെ നവീകരണത്തിന് അതിൻ്റേതായിട്ടുള്ള പ്രൊജക്റ്റ് റിപ്പോർട്ട് പ്രകാരമുള്ള തുക അനുവദിച്ചു തരാം എന്ന് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ നവീകരണ പ്രവൃത്തി ഏതാണ്ട് ആരംഭിച്ചിട്ടുണ്ട്. അത് ഏതാണ്ട് ഒരു വർഷത്തിനുള്ളിൽ കിഴക്കേ ഗോപുരം, നിലവിലത് ഒറ്റ നിലയിലാണ് കാണുന്നുള്ളതെങ്കിലും അത് തച്ചുശാസ്ത്ര കണക്ക് പ്രകാരം അത് 2 നിലയിലുണ്ടായിരുന്ന ഗോപുരമാണ് എന്ന് കണ്ടെത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ 2 നിലയുള്ള ഗോപുരം പുതുക്കി പണിയാനുള്ള അതീവ ശ്രമത്തിലാണ് നിലവിലുള്ള കമ്മിറ്റി. ഇതുപോലെ തന്നെ നാശം വന്നിട്ടുള്ള മറ്റു ഭാഗങ്ങളും, ക്ഷേത്രത്തിൻ്റെ മറ്റു ഭാഗങ്ങളും പുനർനവീകരിക്കുന്നതിന് വേണ്ടിയിട്ട് കമ്മിറ്റി പ്രതിജ്ഞാബദ്ധമാണ്. സാധാരണ നിലയിൽ രാജരാജേശ്വര ക്ഷേത്രത്തിൽ പുറമേ നിന്നുള്ള വഴിപാടുകളൊന്നും ഉപയോഗിക്കാറില്ല. അതുകൊണ്ട് തന്നെ ക്ഷേത്രത്തിൽ വന്നു കഴിഞ്ഞാൽ ഭക്തന്മാർക്ക് കിട്ടുന്നത് ത്രിമധുരം പോലുള്ള ചെറിയ വഴിപാടുകൾ മാത്രമാണ്. രാജസങ്കല്പമായതുകൊണ്ട് തന്നെ ക്ഷേത്രത്തിൽ പകൽ സമയത്ത് പ്രതീക്ഷിക്കുന്നത് രാജദർബാർ എന്നൊരു സങ്കല്പമാണ്. ശിവഭഗവാൻ മറ്റ് ദേവന്മാരുമായി ചേർന്ന് ലോകകാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു കണ്ടീഷനാണ്, ഒരു സ്ഥിതിയാണ് ഉള്ളത്. അപ്പോൾ ഈ സമയത്ത് ആ രാജ്യസഭയിൽ, പാർലമെൻറ്റ് എന്ന് പറയുന്ന ഇന്നത്തെ അവസ്ഥയിൽ ഡിസ്റ്റർബൻസ് ഉണ്ടാവേണ്ട, പ്രയാസങ്ങൾ ഉണ്ടാവേണ്ട എന്ന നിലയിലാണ് മറ്റുള്ളവർക്ക് അവിടെ പ്രവേശനമില്ല. പ്രത്യേകിച്ചും സ്ത്രീകൾക്ക് പകൽ സമയത്ത് ക്ഷേത്രത്തിൽ പ്രവേശനമില്ല. രാത്രി അത്താഴ പൂജ കഴിഞ്ഞ ശേഷം ശ്രീ പാർവതി സമേതനായി നിൽക്കുന്ന സമയത്താണ് സ്ത്രീകൾക്ക് ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശനമുള്ളത്. ആ സമയത്തായിരിക്കും ഭഗവാൻ കുറച്ചുകൂടി ഫ്രീ ആയി, നമ്മൾ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഫ്രീ ആയി നിൽക്കുക. അതുകൊണ്ടാണ് അങ്ങനൊരു സങ്കല്പമുള്ളത്. ഇവിടെ പ്രധാനപ്പെട്ട മറ്റൊരു പ്രത്യേകത ശിവനെയും വിഷ്ണുവിനെയും ചേർത്തുള്ള ശങ്കരനാരായണ പൂജയാണ്. മറ്റെവിടെയും 2 വിഗ്രഹങ്ങൾ ഒരേ പീഠത്തിലിരുത്തി പൂജ നടത്തുന്ന രീതിയില്ല. വിഷു ദിവസവും ശിവരാത്രി ദിവസവും തൊട്ടടുത്തുള്ള ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ നിന്ന് ഭഗവാൻ ശ്രീകൃഷ്ണനെ എഴുന്നള്ളിച്ച് കൊണ്ടുവന്ന് ശിവൻ്റെ പീഠത്തിലിരുത്തി ശങ്കരനാരായണ പൂജ നടക്കാറുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ടൊരു പൂജയായി കണക്കാക്കുന്നുണ്ട്. നാട്ടിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും ആ പൂജയിൽ പങ്കെടുക്കാൻ വേണ്ടി നിരവധി ഭക്തന്മാരാണ് എത്തിച്ചേരുന്നത്. എല്ലാ ദിവസവും അന്നദാനമുണ്ട്. ഒരുപാട് മറ്റുള്ള സംസ്ഥാനത്ത് വന്നിട്ടും ഇവിടെ ഭക്തന്മാർ വരുന്നുണ്ട്. ഞാൻ എല്ലാ ദിവസവും വരുന്നുണ്ട്.
ഞാനൊരു പേപ്പർ വർക്കുകാരനാണ്. ഉച്ചവരെ പിന്നെ വർക്ക് കഴിഞ്ഞിട്ട് ഉച്ച ഒരു മണിയാകുമ്പോൾ ഇവിടെ വന്ന് ഭക്ഷണം കഴിക്കും. എന്നിട്ട് തിരിച്ചു പോകും. എല്ലാ ദിവസവും വരുന്നതാണ്. ഭഗവാനെ വിളി കേൾക്കുന്ന സ്ഥലമാണിത്. എല്ലാവരും ഇവിടെ പല രാജ്യത്തുനിന്നും പുറന്ന് എല്ലാ വിദേശങ്ങളും ഈ ക്ഷേത്രത്തെപ്പറ്റി അറിഞ്ഞിട്ടുണ്ട്. ഇവിടെ പുരോഗമനം നടന്നുകൊണ്ടിരിക്കുക. ക്ഷേത്രത്തിൻ്റെ പ്രാചീനത അതിപ്രാചീനമായൊരു ക്ഷേത്രമാണ്. ഇപ്പോൾ സർക്കാർ നോമിനിയായിട്ട് വന്നവരാണ് നമ്മൾ 3 പേര്. എൻ്റെ പേര് രമേശൻ. ഇതിൻ്റെ പഴക്കം സംബന്ധിച്ച് ഒക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. നിരവധി ക്ഷേത്രങ്ങളിൽ നിരവധിയായിട്ടുള്ള വികസന പ്രവൃത്തികൾ ഇപ്പോൾ നടന്നു വരുന്നുണ്ട്. പുനരുദ്ധാരണ പ്രവൃത്തികൾ അടക്കം നടന്നു വരുന്നുണ്ട്. ഇതിൽ പലതും പല ആളുകളും സ്പോൺസർ ചെയ്തുകൊണ്ടോ മറ്റൊക്കെയാണ് നമ്മുടെ നിരവധി പരിപാടികൾ നടന്നു വരുന്നത്. അതിൻ്റെ മുന്നോട്ടുള്ള ജീർണോദ്ധാരണ പ്രവർത്തനങ്ങളിൽ എല്ലാ ഭക്തജനങ്ങളെയും വളരെ നിസ്സീമമായ സഹകരണം ആവശ്യമാണ് എന്ന് മാത്രമാണ് പറയാനുള്ളത്. ഞാൻ ട്രസ്റ്റി ബോർഡ് മെമ്പർ ശ്രീ ടി മാധവനാണ്. ഇന്ത്യയിലെ തന്നെ പ്രധാനപ്പെട്ട ശിവക്ഷേത്രങ്ങളിൽ ഒന്നായി പരിഗണിക്കുന്ന തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രം. ഈ രാജരാജേശ്വരൻ എന്ന് പറയുന്നത് തന്നെ രാജാധിരാജനാണ്. എല്ലാ മറ്റ് ദൈവങ്ങളുടെയും രാജാവാണ് എന്ന സങ്കല്പമാണ് ഇവിടെ. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ പ്രധാന പ്രത്യേകത എന്ന് പറഞ്ഞാൽ സ്ത്രീകൾക്ക് 7 മണിക്ക് ശേഷം മാത്രമേ, അത്താഴ പൂജയ്ക്ക് ശേഷം മാത്രമേ അകത്ത് പ്രവേശനമുള്ളൂ എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട വളരെ പ്രാധാന്യമുള്ളത്. അതുപോലെ സ്ത്രീകൾക്ക് വെറും കൈയോടെ അകത്തേക്ക് പ്രവേശനമില്ല. നെയ്യമൃതോടു കൂടി മാത്രമേ രാജാതിരാജനെ കാണാൻ പോകാറുള്ളൂ എന്നുള്ളതാണ് ഇവിടുത്തെ ഐതിഹ്യം. അതായത് പാർവതിയോടൊത്ത് അത്താഴ പൂജയ്ക്ക് ശേഷം ശിവൻ വിശ്രമിക്കുമ്പോഴാണ് സ്ത്രീകൾക്ക് കയറി ദർശിക്കാനുള്ള അവസരം. പകല് ശിവരാത്രി ദിവസങ്ങളിൽ മാത്രമേ സ്ത്രീകൾക്ക് അകത്ത് പ്രവേശനം ഒരു വർഷത്തിൽ ഒരു പ്രാവശ്യം മാത്രമേ അനുവദിക്കുന്നുള്ളൂ. ഇപ്പോൾ ഈ കൊട്ടിയൂർ വൈശാഖോത്സവം നടക്കുന്നതുകൊണ്ട് അതിൻ്റേതായ തിരക്കുകൾ വളരെ അധികമുണ്ട്. ദിവസവും വൈകുന്നേരം ഒരു 7 മണിക്ക് ശേഷം ഒരു 4,500 ഭക്തജനങ്ങളെങ്കിലും പ്രവേശനം നേടുന്നുണ്ട്. അവർക്കെല്ലാവർക്കും രാത്രി ഭക്ഷണം ഇവിടെ ഈ മാസം പ്രത്യേകിച്ചിട്ട് ഒരുക്കിയിട്ടുണ്ട്. എല്ലാവരും വളരെ സന്തോഷത്തോടെ ഭക്ഷണം കഴിച്ചിട്ടാണ് രാത്രി 11 മണി വരെ. 8 മണിക്കാണ് നമ്മൾ നട അടക്കലെങ്കിലും ഈ തിരക്ക് പ്രമാണിച്ച് ഇപ്പം 10 വരെ ഈ മാസം വൈശാഖ മാസം ദീർഘിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ധാരാളം ഭക്തജനങ്ങൾ വന്നെത്തിയിട്ടുണ്ട്. എല്ലാവരും വളരെ സന്തോഷത്തോടെ തൊഴുത് ഭക്ഷണം കഴിച്ചിട്ടാണ് ഇപ്പോൾ ഇവിടുന്ന് പോകുന്നത്. ഇതിൻ്റെ എല്ലാം ഭാഗമായിട്ട് ഇപ്പോൾ വികസന പ്രവർത്തനങ്ങൾ വളരെയധികം ഈ അമ്പലത്തിലും അതുപോലെ തൃച്ചംബരം, കാഞ്ഞിരങ്ങാട് ഉള്ള പ്രധാന ക്ഷേത്രങ്ങളും നടക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരെയും സഹകരണങ്ങൾ നമ്മളതിൽ അഭ്യർത്ഥിക്കുകയാണ്. രാജരാജേശ്വര ക്ഷേത്രത്തിന് കേരളത്തിൻ്റെ എല്ലാ ഭാഗങ്ങളുമായിട്ടും അഭേദ്യമായ ബന്ധമുണ്ട്. ഇതിൽ തിരുവിതാംകൂർ രാജാവ് അധികാരം ഏറ്റെടുക്കുന്ന സമയത്ത് രാജരാജേശ്വര ക്ഷേത്രത്തിൽ ആനയെ നടയിരുത്തുന്ന ഒരു ചടങ്ങുണ്ട്. ആനയെ നടയിരുത്തി ഭഗവാനെ തൊഴുതിന് ശേഷം മാത്രമേ തിരുവിതാംകൂർ രാജാക്കന്മാർ അവിടെ അധികാരം ഏറ്റെടുക്കുള്ളൂ. അതുപോലെ സാമൂതിരി രാജാവുമായിട്ട് ക്ഷേത്രത്തിനും ബന്ധമുണ്ട്. യഥാർത്ഥ സാമൂതിരി രാജാവ് തീപ്പെട്ടു പോയാൽ, അതായത് മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ രാജരാജേശ്വരന് പുല ആചരിക്കുന്ന ഒരു ചടങ്ങുണ്ട്. സാധാരണഗതിയിൽ നട അടച്ചതിന് ശേഷം മാത്രമാണ് ആ മരിച്ചവരോട് അറിയിച്ചു കഴിഞ്ഞാൽ ആ ദിവസം ആ രാത്രി പുല ആചരിക്കുന്ന ഒരു ചടങ്ങ് കൂടി രാജരാജേശ്വരനുണ്ട്. അതുപോലെ സംസ്ഥാനത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും, അതായത് പ്രത്യേകിച്ച് ബ്രാഹ്മണ ഗൃഹങ്ങളിൽ തമ്പുരാന് നിവേദിക്കുന്നൊരു ചടങ്ങുണ്ട്. അവരുടെ തേവാരപ്പുരയിൽ തേവാരം നടത്തുന്ന സമയത്ത് ഒരു പൂവ് തളിപ്പറമ്പത്ത് അപ്പന് വേണ്ടിയിട്ട് അർച്ചിക്കുന്ന ഒരു രീതിയും പണ്ട് മുതലേ ഉണ്ട്. അപ്പോൾ ഇതിൽ പറയുന്നത് രാജരാജേശ്വരൻ്റെ ഒരു പ്രാധാന്യമാണ്. നമ്മൾ പറയുന്ന പരശുരാമൻ സൃഷ്ടിച്ചു എന്ന് പറയപ്പെടുന്ന 64 ഗ്രാമങ്ങളിൽ കേരള ഭാഗത്തുള്ള 32 ഗ്രാമങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗ്രാമമാണ് തളിപ്പറമ്പ് ഉൾപ്പെടുന്ന പെരിഞ്ചലൂർ ഗ്രാമം. അപ്പോൾ ഈ പെരിഞ്ചലൂർ ഗ്രാമത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രം എന്ന നിലയിൽ അതിൻ്റെ പ്രൗഢി നിലനിന്നിരുന്ന ഒരു സ്ഥലമാണ് തളിപ്പറമ്പ്. തളിപ്പറമ്പ് ഒരു കാലത്ത് എല്ലാ കലകളുടെയും
കേന്ദ്രമായിരുന്നു. മാണി മാധവ ചാക്യാരെ പോലുള്ള പ്രമുഖർ ഇവിടുത്തെ ക്ഷേത്രങ്ങളിൽ അവരുടെ കഴിവ് തെളിയിക്കുകയും അതിൻ്റെ ഭാഗമായി ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പട്ടും വള പോലുള്ള അംഗീകാരം നേടുകയും ചെയ്തിട്ടുണ്ട്. വീരശൃംഖല എന്നൊക്കെ പറയുന്ന ഈ അംഗീകാരം ഏറ്റവും പ്രധാനപ്പെട്ട അംഗീകാരമായി കണക്കാക്കിയിട്ടുണ്ട്. പക്ഷേ കുറച്ച് കാലം കഴിയുമ്പോൾ വടക്കൻ കേരളത്തിൽ നിന്ന് കലകളൊക്കെ തെക്കൻ കേരളത്തിലേക്ക് കുടിയേറിയപ്പോൾ ഈ ചടങ്ങിന് കുറച്ചൊരു പ്രാധാന്യം കുറഞ്ഞുപോയി എന്ന് തോന്നിയിട്ടുണ്ട്. പുതിയ കമ്മിറ്റി അത് മെച്ചപ്പെടുത്തുന്നതിനുള്ള തീവ്രമായ ശ്രമത്തിലാണുള്ളത്. ഇപ്പോഴും പല കാവുകളിലും ആചാരപ്പെടുന്നതിന്, പല ക്ഷേത്രങ്ങളിലും അധികാരം മേൽശാന്തി പോലുള്ള പ്രവർത്തികൾ ഏറ്റെടുക്കുന്നതിന് ഇവിടുത്തെ അംഗീകാരം വേണ്ടതായി കേട്ടിട്ടുണ്ട്. അപ്പോൾ അതൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിലേക്ക് എത്തുന്നവർക്ക് വിവിധ വഴികളുണ്ട്. ഒന്ന്, റെയിൽ മാർഗം വരുന്നവർക്ക് കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള പഴയങ്ങാടി, പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനുകൾ ഉപയോഗിക്കാം. എല്ലാ ഭാഗത്തു നിന്നും തളിപ്പറമ്പ് ടൗണിലേക്ക് ബസ്സുകളുണ്ട്. ബസ് വഴി എത്തിച്ചേരാവുന്നതാണ്. ബസ് സ്റ്റാൻഡിനടുത്താണ് ക്ഷേത്രം. ബസ് സ്റ്റാൻഡിൽ ഓട്ടോ പിടിച്ച് ഒരു 1.5 കിലോമീറ്റർ ദൂരത്തിൽ എത്തിക്കഴിഞ്ഞാൽ ക്ഷേത്രത്തിലെത്താം. ഇനി മറ്റ് സംസ്ഥാനങ്ങളിൽ വിമാനം വഴിയൊക്കെ വരുന്നവർക്ക് കണ്ണൂർ എയർപോർട്ടാണ് ഏറ്റവും അടുത്ത്. കണ്ണൂർ എയർപോർട്ടിൽ നിന്ന് ഒരു 40 കിലോമീറ്റർ സഞ്ചരിച്ചു കഴിഞ്ഞാൽ തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിലേക്ക് എത്താം.